സംസ്ഥാനത്തെ സാമ്പത്തിക ദുർവിനിയോഗം മൂലമുണ്ടായ ധനപ്രതിസന്ധിയുടെ കാരണം കേന്ദ്ര സർക്കാരിന് മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഡൽഹിയിൽ സംഘടിപ്പിച്ചു. കേരളത്തിൽ നിന്നുമുള്ള ഭരണപക്ഷ എംപിമാർ, MLAമാർ എന്നിവർക്ക് പുറമെ ഡൽഹി പഞ്ചായത്ത് മുഖ്യമന്ത്രിമാരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് എതിരെയും വിമർശനമുയർത്തി. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന പതിവ് പല്ലവി തന്നെയാണ് ഡൽഹിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയത്. We have all come together to register our strong protest against this and to preserve the federal structure of India. Today we are marking the beginning of a renewed fight that would herald a dawn of ensuring equitable treatment of the states. This fight would also strive to maintain a balance in the central-state relations. Thus, the 8th of February 2024 is going to be a red-letter day in the history of the Republic of India. ചടങ്ങിൽ ഗവർണറെയും മുഖ്യമന്ത്രി വിമർശിച്ചു. Kerala's governor does not have time to spend in Kerala. Mostly he is outside. ഇന്നും ഇവിടെയുണ്ട്. കേരള ഹൗസിൽ ചിലർ ചോദിച്ചു, നിങ്ങളെ സമരത്ത് പങ്കെടുക്കാനോ കാണാനോ വന്നതാണോ? If at all he comes to Kerala, he does not have time to read out the entire governor's address in the assembly. But he has time to sit on the road and create a scene. കേന്ദ്ര സർക്കാർ കേരളത്തിന് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണെന്ന് സുപ്രീം കോടതിയിൽ കേരളം ഉന്നയിച്ചിരുന്നു. കണക്കുകൾ നിരത്തിയാണ് കേരളത്തിന്റെ പൊള്ളയായ വാദങ്ങളെ കേന്ദ്രം നേരിട്ടത്. കൂടാതെ ലോക്സഭയിലും രാജ്യസഭയിലും കേരളത്തിൽ നിന്നുള്ള MPമാർ സമാന ആരോപണം ഉന്നയിച്ചെങ്കിലും അവിടെയും കണക്കുകൾ ആക്ഷേപങ്ങളെ പൊളിച്ചടുക്കി. പിന്നെ എന്തിനാണ് ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന ചോദ്യം ഒരു ശരാശരി മലയാളി ഉയർത്തിയാൽ ഉത്തരം ഒന്നേയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട കേന്ദ്രത്തിനുമേൽ പഴിചാരി രാഷ്ട്രീയ പ്രചരണം നടത്താൻ ഇടതു പാർട്ടികൾക്ക് മുന്നിൽ മറ്റു പോംവഴികളില്ല. ജനം, ഡൽഹി.